റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശ്യാ ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. സ്വഹാബ സിത്തത്തു അശ്യാ, 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ്, അൽ മസ്ജിദു ഹുന്ന ഗരീബത്തുൻ, പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. മനോഹരമായ മിനാരങ്ങളുണ്ട്, മനോഹരമായ താഴികക്കുടങ്ങളുണ്ട്, മനോഹരമാകുന്ന രീതിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നല്ല മൈക്ക് സെറ്റ് ഉണ്ട്, സമുന്നതരായ ആലിമീങ്ങളുണ്ട്, നല്ല ഖിറാഅത്തിന്റെ വശ്യസുന്ദരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന സമുന്നതരായ ഇമാമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. എല്ലാ നിലയ്ക്കും ബറക്കത്തുള്ള പള്ളിയാണ്. ആത്മീയമാകുന്ന ഉയർച്ചയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന പള്ളിയാണ്. പക്ഷേ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ. فيما بين قوم لا يصلون فيه. ആ പള്ളിയിൽ നമസ്കരിക്കാൻ ആളുകളില്ല എങ്കിൽ, ആ പള്ളിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആളുകളില്ല എങ്കിൽ, ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ എന്ത് വേണം? പള്ളിയിൽ എന്താ വേണ്ടത്? നിസ്കാരം വേണം. പള്ളി നിസ്കാരം വേണം, അതാണ് വേണ്ടത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറയുകയാണ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങളെ എണ്ണിയിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വൽ മുസ്ഹഫ് ഗരീബുൻ ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീ. ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ. ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസ്ഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വൽ മുസ്ഹഫു ഗരീബുൻ ഫീ മൻസിലിൻ ലാ യഖറഊന ഫീഹി. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്. ഖുർആൻ എത്ര എണ്ണം ഉണ്ട്? ഓരോരുത്തരും അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 ഉണ്ടാവും, 5 ഉണ്ടാവും, ചിലരുടെ വീട്ടിൽ 1 ഉണ്ടാവും. പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി അങ്ങനെ വരാൻ പാടില്ല. വന്നിരുന്നത് എന്താകും? നാശമാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ്. അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ്. ഖുർആൻ വീട്ടിലുണ്ട്, പക്ഷെ ആ ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദി യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. സാധേ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? 2.5 ദിവസം ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ? എങ്കിൽ ഇത് ഓതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. എന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോൾ സൂറത്തുൽ ബഖറ ഓതിൻ, എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക.
ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൽ, മുത്തഅല്ലിമീങ്ങളെ വിളിക്കൽ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുത്തഅല്ലിമീങ്ങൾ, അവരെ വിളിക്കുന്നു, ഉസ്താദിനെയും വിളിക്കൻ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ് പാരായണം ചെയ്തിട്ട് 30 ജുസ് ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. ഒറ്റ മണിക്കൂർ മതി, 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ് അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല, പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും, മക്കള് സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കെ പറയും, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാൻ അതിന് ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം, എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കല്ലോ, ബാക്കിയുള്ളവരെ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് മതി. അങ്ങനെ അങ്ങോട്ട് ബാങ്ക് കൊടുത്തേ. പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിൽ. ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോട് മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട, ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി. അവനവന്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചോടും. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല. വീട്ടിൽ സംരക്ഷണം ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, ചെറിയ മക്കള് രാത്രിയിൽ വലിയ കരച്ചിലുണ്ടാകുമ്പോ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം ആ സമയത്ത്. അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യാമെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറദത്തും മിനൽ ജിന്ന്, കുരുത്തക്കേടുള്ളതാകുന്ന പിശാചിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ? വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചപ്പോ, ഖുർആൻ ഓതിയപ്പോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ ഖുർആനു ഗരീബുൻ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളതാകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും 6 സ്ഥലങ്ങളിൽ. അതിലൊന്നാണ് എന്ത് പറഞ്ഞത്? പള്ളികൾ. ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും. 2 മുസഹഫാണ്. ഒരു വീട്ടിൽ ഒരു മുസഹഫ് ഉണ്ട്, പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 3 ഖുർആനാണ്. കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി. ചിലര് ഹാഫിളായി, പക്ഷെ അവൻ തെമ്മാടിയാണ്. ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കെ എന്ത് കാര്യം? ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല. ഇവനെ ഓതുന്നുമില്ല, ഒരാളെ ഇട്ട് ഓദിക്കുന്നുമില്ല. ഇവനിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും ഹറാമ് ദർശിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ. അതാണ് പറഞ്ഞത്, വൽ ഖുർആനു ഗരീബുൻ ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വറജുലുൽ മുസ്ലിമു അൽ മുസ്ലിമു സാലിഹു ഗരീബുൻ ഫീ ബൈതി ഇംറഅത്തിൻ ദർദിഅത്തിൻ സയ്യിഅത്തിൽ ഖുൽഖി. മുസ്ലിമായ സാലിഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും. ഒരു പെണ്ണാണ്, പക്ഷേ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ്, അവൾ ദീനീ ബോധമില്ലാത്ത പെണ്ണാണ് എങ്കിൽ ആ പുരുഷൻ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യൻ, ഖുർആൻ ഓതും, നിസ്കരിക്കും, ഇബാദത്തുണ്ട്, പക്ഷെ ഭാര്യ നേരെ തലതിരിവ് എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 5 നബിതങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു, വൽ മർഅത്തു സാലിഹത്തു ഗരീബത്തുൻ ഫീ ബൈത്തി റജുലിൻ ഫാസിഖിൻ റദീഉൽ ഖുൽഖ്.
മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന കള്ളു കുടിക്കുന്ന ഒരു മ്ലേച്ഛനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് അവളും ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. എത്രയോ സഹോദരിമാർ ദുആ വസിയത്ത് ഇപ്പോഴും ഈ വിനീതനോടും ഉസ്താദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ്. സാധേ ഭർത്താവ് കള്ളു കുടിക്കുന്നു, ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിംഗ് നടത്തുന്നു, പരസ്യമായി നടത്തുന്നു. പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ. 6 വൽ ആലിമു ഗരീബുൻ ഫീ ഖൗമിൻ ലാ യസ്തമിഊന ഇലൈഹി. ഒരു ആലിമും ഒറ്റപ്പെട്ടു പോയി ഒരു സമൂഹത്തിൽ. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ദീനീ ബോധം നൽകുന്നുണ്ട്, സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ 6 കാര്യങ്ങൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറയുകയാണ്, ഈ 6 കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ 6 കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്ത് അല്ലാഹു ഏകുമേ, കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6 കാര്യത്തിൽ നബിതങ്ങൾ ആദ്യം എണ്ണിയതാണ് നമ്മുടെ വിഷയം. അതാണ് വിഷയം. എന്ത്? പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീഹി. ജനങ്ങൾ നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി. ഹബീബ് റസൂലുള്ളാഹി. ഇഷ്ടം പോലെ പള്ളികൾ വീണ്ടും വീണ്ടും വരികയാണ്. എടുക്കാൻ ആളുണ്ട്, കരിക്കാൻ വല്ല ഹൈവാന്മാരുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണിപ്പോ ചർച്ച. ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട്, അതിനുവേണ്ടി പിരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും അടക്കാണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല. പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പൊ പള്ളിയിൽ കയറാം, ഫാനിടാം, എത്ര വേണമെന്നെല്ലാം ഖുർആൻ ഓതി നിസ്കരിക്കാം, ഒരു വിഷയമില്ല, ആരും തടയൂല. എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം, ആരും തടയൂല. നല്ല കാർപ്പറ്റ് വിരിച്ച് സുജൂദ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ, എയർ കണ്ടീഷൻ പള്ളികൾ, വീട്ടിൽ പോലും ഇല്ല AC, പള്ളിയിൽ നല്ല AC ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓരോ കിലോമീറ്റർ ചുറ്റളവുകളും പള്ളികളുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി. ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്റാ മിഅ്റാജ് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ തുറല്ലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുദിഖത് ആദത് ഇലാ മാ കാനത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ. റജബ് 27-ാം രാവിൽ, ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വർഗ്ഗത്തിൻ്റെതാകുന്ന യാത്രകൾ എനിക്ക് കാണാൻ സാധിച്ചു. നരകത്തിൻ്റെതാകുന്ന കുണ്ടാരവും എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ. അതിനിടയിലാണ് ഞാൻ ഒരു വിഭാഗം ആളുകളെ കാണുന്നത്. തുറല്ലഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലിന്റെ ചീളുകൾ കൊണ്ട് അവർ തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. സഹാബാ നഊദു ബില്ലാഹ്. കുല്ലമാ റുദിഖത് ആദത് ഇലാ മാ കാനത്. ഓരോ പ്രാവശ്യം തലയടിച്ച് പൊട്ടിക്കുമ്പോഴും അവരുടെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ. രക്തം ഇതാ പുറത്തേക്ക് വമിക്കുകയാണ്. അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. അവർ മരിച്ചു വീഴുകയാണ്. വീണ്ടും അവർക്ക് ആത്മാവ് നൽകപ്പെടുകയാണ്. വീണ്ടും പാറക്കല്ലിന്റെ ചീളുകൾ നൽകുകയാണ്. ആ പാറക്കല്ലിന്റെ കൂർത്തിരിക്കുന്ന ചീളുകൾ കൊണ്ട് തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. നഊദു ബില്ലാഹ്. മടി കാണിക്കുമ്പോ ആ വലിയ പാറക്കല്ലിന്റെ ചീളുകൾ എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാ. തല പൊട്ടിച്ചിതറുകയാണ്. രക്തം വാർന്നൊഴുകുകയാണ്. ഹൗലാ യാ ജിബ്രീൽ മൻ ഹൗലാ
യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇക്കൂട്ടർ ഇത്ര വലിയ വേദന സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഈ വിഭാഗം ആരാണ് ജിബ്രീലേ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാഹ് هؤلاء الذين تتثاقلون رؤوسهم عن الصلاة. നമസ്കാരത്തെ തൊട്ട് ഭാരമായി കണ്ടിരുന്നതായ ആളുകളാ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് തലയെ ഭാരമായി കണ്ടിരുന്നവരാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിൽ തല കുനിക്കാൻ മടിച്ചതായ ആളുകളാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതായ ആളുകളാ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ്, മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കവലകളിൽ സമയം ചെലവഴിച്ചവരാണ്. അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കരിക്കാൻ മടി കാണിച്ചതായ വിഭാഗമാണ് നബിയേ. നബിയേ, ഇവർക്ക് റിയാലിറ്റി ഷോകളിൽ ഒരു മടിയുമില്ലായിരുന്നു. അതിൽ പങ്കെടുത്തപ്പോ, അതിൽ ആടുകയും പാടുകയും ചെയ്തപ്പോ ജഡ്ജസ്മാര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പുകയാണ്. ആ ജഡ്ജസ്മാർക്ക് പാദസേവകൾ ചെയ്ത് ലക്ഷങ്ങൾ കൊയ്തെടുക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനും അവർക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാനും പാദസേവകൾ ചെയ്തുകൊണ്ട് ഏത് രീതിയിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുവാനും ഈ ഉമ്മമാർക്ക് മടിയില്ലായിരുന്നു. മക്കളെ അർദ്ധനഗ്നരാക്കി അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച ഉമ്മയാ. നമസ്കാര ചിട്ട വെക്കാത്തവരാണ്, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്, അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയുള്ളതായ വിഭാഗമാ. ഇവരാണ് ഈ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് നബിയെ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹിയോട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വലിയ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ അഫ്വാജ, കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? നാളെ ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? അർത്ഥം എന്താണ് റസൂലേ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബകാ ബുകാഅൻ ശദീദാ, ആദരവായ പ്രവാചകർ പൊട്ടിക്കരയുകയാണ്. ഖിയാമത്ത് നാളിനെ ചിന്തിക്കുകയാണ്. ലോകാവസാനത്തെ പറ്റി ചോദിച്ചപ്പോൾ ലോകൈക ഗുരു പൊട്ടിക്കരയുകയാണ്. ഫബകാ ബുകാഅൻ ത്വവീലാ, ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ലോകാവസാനത്തെ പറ്റി ചോദിക്കൂ. എന്താ നബി തങ്ങളെ നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം കരഞ്ഞതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, മുആദേ, നീ ചോദിച്ചത് സഅൽത അൻ അംരിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്.
നീ വേറെ ഒരു കാര്യമല്ല ചോദ്യത്തിൽ, നാളെ ഖിയാമത്ത് നാളിനെ പറ്റിയാണ്, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗത്തെ പറ്റിയാണ്. സഅൽത അൻ അംറിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്, ഒരു ചെറിയ കാര്യമല്ല നീ എന്നോട് ചോദിച്ചത്, വലിയൊരു കാര്യമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ 12 കോലത്തിൽ അല്ലാഹു കൊണ്ടുവരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറയ്, ഹബീബുനാ റസൂലുള്ളാഹി 12 കോലത്തിലാ മനുഷ്യനെ കൊണ്ടുവരുന്നത്. നിർത്താം കേട്ടോ, സമയം കഴിയാറായി. 11:30 ആകുമ്പോൾ നിർത്തിയേക്കാം. വിഷയമില്ല, മടി തോന്നുന്നുണ്ടെന്ന്. സലാത്തൊക്കെ ചെല്ലാരും മടി ചെല്ലാവല്ല. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ, നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നീ ചോദിച്ചതൊരു വലിയ കാര്യമാണ്. നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോ 12 കോലത്തിലായിട്ടാണ്, 12 വിഭാഗമായിട്ടാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് എത്തിക്കുക. ആദ്യത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ, നഗ്നപാതകരായി, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ടാണ് ഒരു വിഭാഗത്തെ അല്ലാഹു എത്തിക്കുക. വഹും കൽ ഖനാസീർ, പന്നിയുടെ കോലമാണ് അവർക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചു കൊണ്ടുവരുന്നത് ആര് പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി. പന്നിയുടെ കോലത്തിൽ കൊണ്ടുവരും, പന്നിയുടെ കോലത്തിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻ ഹൗലായി മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ കൂട്ടർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന തതഹാവനൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ തൊട്ട് നിസ്സാരരായി കാണുന്നവരാണവർ. അല്ലദീന യതഹാവനൂന അനിസ്സലാ, നമസ്കാരത്തെ നിസ്സാരരായി കാണുന്നവരാണ്. നിസ്കാരം എന്ന് കേൾക്കുമ്പോ തന്നെ ഓ ഇതിപ്പോ എന്താ വലിയ കാര്യമൊന്നുമല്ലല്ലോ, സാരമായി കാണുന്നവർ, നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല, അങ്ങനത്തെ ആളുകൾ, നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല, അങ്ങനത്തെ ആളുകൾ, അവരെയാണ് നാളെ ആദ്യമായി മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത് പന്നിയുടെ കോലത്തിൽ. 12 വിഭാഗം 12 കോലത്തിലാണ് കൊണ്ടുവരിക, പല രൂപത്തിലും ഭാവത്തിലാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് പന്നിയുടെ കോലത്തിൽ വരും. ആര്? നിസ്കരിക്കാത്ത വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുവാറാണ്. അപ്പൊ തന്നെ ആളെ തിരിയാണ്, ജനങ്ങൾക്ക് മനസ്സിലായി, പന്നിയുടെ കോലത്ത് വരുമ്പോഴേ മനസ്സിലായി ഇവനാരാണ്, ഇരിക്കാത്ത ടീമാണ്. മുഖം ഉണ്ടാവും അതേപോലെ, ബാക്കി ബോഡി എല്ലാം പന്നിയുടെ കോലത്തിൽ. അപ്പൊ ആളെ മനസ്സിലായി, അല്ലാഹ് ഇത് നമ്മുടെ ഇന്ന നാട്ടിലുള്ള ഇന്നടുത്തുള്ള ഹാജിയാരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കത്തില്ലായിരുന്നു. ഹജ്ജ് കൊണ്ടൊന്നും കാര്യമില്ല. ഹജ്ജ് ചെയ്തതിന് ശേഷം ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുള്ള അവന്റെ അമല് കൊണ്ടാ തിരിയുക. അല്ലെങ്കിൽ ഹാജിന്ന് ഇങ്ങനെ ബോർഡ് എഴുതി വെക്കാം വീണ്ടും വാക്ക്. ആഖിറത്തിലേക്ക് എല്ലുമ്പോ കാലം പിടിച്ചൊരൊറ്റ ഏറാണ്. അള്ളാഹു ആക്കട്ടെ. ഹാജി ഹജ്ജുമ്മ എന്നൊക്കെ നോട്ടീസിൽ ഇങ്ങനെ പേരടിക്കാം, പത്രത്തിൽ കൊടുക്കാം, നാട്ടുകാരോട് പറഞ്ഞു നടക്കാം, ഒരു ഫായിദ ഉണ്ടാവൂല. എന്ത് വേണം? ഹജ്ജ് മഖബൂലായി, ഉംറ മബ്റൂറായി എന്നൊക്കെ പറയുക എപ്പോഴാ? നാട്ടിൽ വന്ന് ശിഷ്ടകാല ജീവിതം നോക്കിയിട്ടാണ് ഹജ്ജ് മഖബൂലായോ മബ്റൂറായോ എന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് പഴയ പോലെ ചീട്ടും കളിയും പരിപാടിയും തികറ്റും വലിച്ചിട്ട് സൊറായും പറഞ്ഞ് കടയിൽ നടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റാഹത്തായിരുന്നു, നല്ല റാഹത്ത്, നല്ല ഫുഡൊക്കെ അടിച്ച് റാഹത്തായിട്ട് മിനിങ്ങി വന്നിരിക്കുക, ഷവായൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക.
ഫുഡ് കഴിച്ചത് മാത്രം. വേറെ വല്ല കാര്യമുണ്ടോ? ഒരു പിക്നിക്ക്, ഒരു ടൂറ് പോയിട്ട് വന്നു ഹാജിയാര്. ഹാജി എന്നുള്ള പേരും കിട്ടി, ഒരു ഫായിദയില്ല. ഹജ്ജ് അങ്ങനെ സ്വീകരിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. പോയിട്ട് തിരിച്ചു വന്നിട്ട് അമല് കൊണ്ടാ തിരിയുക. ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഹാജിയാര് അതേ ഷിആറിൽ ഒരു ചെറിയ താടിയൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റായി പള്ളിയിൽ വരിക, നിസ്കരിക്കുക, ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ പറയും, ഉറക്കെ പറയും. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ.